പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള UDF നീക്കം തുടരുന്നു. സ്വതന്ത്ര കൂട്ടായ്മയായുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ നേതൃത്വം. ഒത്തുതീർപ്പ് ചർച്ചകളിൽ 6 മാസത്തിനു ശേഷം പുളിക്കക്കണ്ടം കുടുംബം വൈസ് ചെയർമാൻ ആകണമെന്ന ധാരണ ഒഴിവാക്കണമെന്ന ആവശ്യം കൌൺസിലർമാർ ആവശ്യപ്പെടും. ഭരണം പൂർണ്ണമായും പുളിക്കക്കണ്ടം കുടുംബത്തിന് പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് കൌൺസിലർമാരുടെ നിലപാട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, സ്വതന്ത്രരെ പിണക്കിയാൽ ഭരണം പോകും എന്ന നിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായ നീക്കങ്ങളൊക്കെ സജീവമായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് കൌൺസിലർമാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നുള്ളത് ഇന്നലെ കൂടി നമ്മൾ കണ്ടതാണ്. ചെയർപേഴ്സണെതിരായ കത്ത് പിൻവലിക്കാൻ അവർ തയ്യാറല്ല, ഉറപ്പിച്ചു തന്നെയാണ് അവരുമുള്ളത്. എന്താണ് സംഭവിക്കുന്നത് സജോ ദേവസ്യ? റിജിത്ത്, വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥ പാലാ നഗരസഭാ ഭരണത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം എന്നത് എതിർചേരിയെ സംബന്ധിച്ച് സ്വപ്ന സമാനമായ നേട്ടം തന്നെയായിരുന്നു. അത് യാഥാർത്ഥ്യമായി. പക്ഷേ അധികം വൈകുന്നതിന് മുൻപ് UDF സർക്കാരൊക്കെ അധികാരത്തിൽ വന്നു. ആ ഘട്ടത്തിൽ വല്ലാത്ത ആഭ്യന്തര തർക്കത്തിൽ ഉഴലുന്നു എന്ന് തന്നെ പറയാം. UDF സ്വതന്ത്ര കൂട്ടായ്മയുമായി സഹകരിച്ചാണ്, സ്വതന്ത്ര കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പുളിക്കക്കണ്ടം ഫാമിലിയാണ്, അവരുമായി സഹകരിച്ചാണ് ഈ ഭരണം. ഇതിനിടെ പുറത്തു വന്ന കൌൺസിലർമാരുടെ കത്ത്, അതായത് UDF കൌൺസിലർമാർ 5 കോൺഗ്രസ് കൌൺസിലറും നേരത്തെ വിമതയായി ജയിച്ച ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഒപ്പോടുകൂടിയുള്ള ഒരു കത്താണ് പുറത്തു വന്നത്. അതിൽ അവർ പറയുന്നത് ഈ ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് കൌൺസിലർമാരുടെ പരാതി എന്നത് കോൺഗ്രസ് കൌൺസിലർമാർക്ക് ഈ ഭരണത്തിൽ യാതൊരു റോളും ലഭ്യമാകുന്നതേയില്ല എന്ന് മാത്രമല്ല, ഈ വൈസ് ചെയർപേഴ്സന്റെ കാര്യത്തിലുള്ള ഒരു മാറ്റം അത് പിന്നീട് പുളിക്കക്കണ്ടം ഫാമിലിയിലേക്ക് തന്നെ പോകും. വിനു പുളിക്കക്കണ്ടമാകും മിക്കവാറും അടുത്ത വൈസ് ചെയർമാനായി വരിക. അങ്ങനെ വരുമ്പോൾ ആ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഒക്കെ ഒരേ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെയാകും. ഭരണം കൂടുതൽ അവരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കും. ആ ഒരു ധാരണ ഒഴിവാക്കണം, ആ കാര്യത്തിൽ മാറ്റം വേണം, അത് കോൺഗ്രസിൽ തന്നെ നിൽക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറുന്നത് കണ്ടു, പരാതിയാകുന്നത് കണ്ടു, മോഷണ പരാതി, അടിപിടി പരാതി എന്നൊക്കെയുള്ള രീതിയിൽ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന മട്ടിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സമവായം വേണം എന്ന നിലപാട് വന്നതോടുകൂടിയാണ് മാണി സി കാപ്പൻ MLA വീട്ടിൽ വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചു. അവിടുത്തെ കോട്ടയം MP, പാലാ MLA എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ സമവായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ആ സമവായ ചർച്ചകൾ ഫലം കാണുന്നില്ല. ആ കാര്യത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരള കോൺഗ്രസ് എം ഈ സ്വതന്ത്രരുടെ പിന്തുണ തേടിയാൽ അവർക്ക് ഭരിക്കാം, പക്ഷെ അങ്ങനെ ഒരു നീക്കം നടത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം പുളിക്കക്കണ്ടവുമായുള്ള അവരുടെ തർക്കം മറ്റൊരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് മറ്റൊരു സാധ്യതയാണ്, കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതിലേക്ക് ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ പോകരുത്, അങ്ങനെ പോയാൽ അത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായം UDF നേതൃത്വത്തിനുണ്ട്. പക്ഷേ കൌൺസിലർമാർ ഉറച്ചു തന്നെയാണ് ഇവരുടെ ഭരണം, അതായത് ഈ കാര്യത്തിൽ കൃത്യമായ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ അതനുസരിച്ച് ഭരണം തന്നെയായി മുന്നോട്ട് പോകാം, അല്ലാത്ത പക്ഷം തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് കോൺഗ്രസ് കൌൺസിലർമാർ നിലപാടെടുക്കുന്നു. എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എല്ലാ പരിധികളും വിട്ട് പാലാ നഗരസഭയിൽ പോര് കടക്കുകയാണ്. ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. അതോ അതിനു മുമ്പ് തന്നെ ഒരു സമവായം രൂപപ്പെടുമോ എന്നുള്ളതും വലിയ രാഷ്ട്രീയ ആകാംക്ഷയാണ്.